ഹലോ, ഇന്ന് നമ്മൾ ബ്രെഡും പഴവും പാലും വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ മുമ്പേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ നമുക്ക് 4 പീസ് ബ്രെഡാണ് ആവശ്യം. അപ്പോൾ ഇതേപോലെയുള്ള 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഇട്ട് കൊടുത്ത് ഒന്നിത് പൊടിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡൊക്കെ ഇതേ രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 1 ഗ്ലാസ് പാലാണ് ഇനി നമുക്ക് ആവശ്യം, അത് ചേർത്തെടുത്തിട്ടുണ്ട്. അതേപോലെ മധുരത്തിന് ഞാനിവിടെ ശർക്കരയാണ് ചേർത്തെടുക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ ഒരു 50 ഗ്രാം ശർക്കര ചേർത്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 2 കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ മുട്ടയുടെ മണമൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതാ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യം പഴമാണ്. പഴം റൗണ്ട് ഷേപ്പിൽ ഒരു 1/2 ഇഞ്ച് കനത്തിൽ ഒന്ന് മുറിച്ചെടുക്കുക. ഈ ഒരു രീതിക്ക് മുറിക്കുക കേട്ടോ. അപ്പോൾ 2 പഴമാണ് എടുത്തത്. വലിയ പഴമാണെങ്കിൽ 1 പഴം മതി. ചെറിയ പഴമായതുകൊണ്ടാണ് 2 പീസ് എടുത്തത്. അപ്പോൾ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പം നമ്മൾ കുറച്ച് നെയ്യോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചെടുത്തിട്ട് ഇതേ രീതിക്ക് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുത്തിട്ട് മറ്റേ സൈഡ് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ 2 സൈഡ് നമ്മൾ നന്നായിട്ട് പഴമൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോള തയ്യാറാക്കിയെടുക്കാം. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അടിയിൽ പഴം വാട്ടിയത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ലെയർ പോലെ ഇതേ രീതിക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ച് വച്ചിരിക്കുന്ന മാവ് പകുതി ഇതേപോലെ ഇതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകുതി മാവാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പകുതി ഒന്ന് സെറ്റായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ അടിയിലൊരു മൂടി വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ പാന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരെയാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് തുറന്നിട്ട് ബാക്കിയുള്ള പഴവും കൂടെ ഇതേപോലെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കും കൂടിയാണിത്. അപ്പോൾ നമ്മൾ പഴം ഇതേപോലെ വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ബാക്കിയുള്ള മാവും കൂടി മൊത്തമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പഴം ഇതേപോലെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. 3rd ലെയർ പോലെ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ നല്ല എന്താ പറയുക ടേസ്റ്റും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ വൈറ്റ് എള്ള് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. വൈറ്റ് എള്ള് നല്ലതാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഒരു ഡെക്കറേഷൻ പോലെ വൈറ്റ് എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് ഒന്ന് മുകൾ ഭാഗവും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് ഇതൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും കേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകൾ വശവും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേ രീതിക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുര പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെ ബായ്.